റിസോറേഷന്റെ പുതിയ വണ്ടി എലക്ട്ര 2005 മോഡൽ 5 സ്പീഡ് എലക്ട്ര സെൽഫ് സ്റ്റാർട്ട് ഉള്ള വണ്ടി റിസോറേഷൻ കഴിഞ്ഞു ഇറക്കും. ഇതിന്റെ വീഡിയോ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പഴയ രീതി എന്തായിരുന്നത് ഇത് കംപ്ലീറ്റ്ലി സ്റ്റാൻഡേർഡിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. കോസ്മാറ്റിക്കലി സ്റ്റാൻഡേർഡിലേക്ക് കൺവേർട്ട് ചെയ്തതുകൊണ്ട് അല്ല സ്റ്റാൻഡേർഡ് ആക്കി എന്നുള്ളതല്ല. എഞ്ചിനൊക്കെ ഇലക്ട്രോണിക്സ് തന്നെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡിന്റെ ഷേപ്പിലേക്ക് മാറ്റി ഫ്രണ്ടും ബാക്കും എന്നുള്ളതാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. (2005) ഇലക്ട്രയാണ് ഇത് വരുന്നത് കേട്ടോ. 2005 ഇലക്ട്ര 5 സ്പീഡാണ് വണ്ടി. അപ്പോൾ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ മഡ്ഗാർഡ് മാറ്റി. മഡ്ഗാർഡ് ഫ്രണ്ടിലെ ലെഗ് അസംബ്ലി കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. അതായത് BS4 ABS ടൈപ്പിന്റെ ഫോർക്ക് അസംബ്ലി, കവർ ട്യൂബ്, സ്റ്റൈസ്, മഡ്ഗാർഡ് സ്റ്റൈ. അതേമാതിരി പുറകിലത് പക്ക പഴയ മോഡൽ തന്നെയാണ്. ഒരു CNGന്റെ മഡ്ഗാർഡ് സ്റ്റൈയും മഡ്ഗാർഡും തന്നെ നമ്മൾ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം മോണോഗ്രാം മാത്രം നമ്മൾ J സീരീസിന്റെ വെച്ച് കുറച്ചുകൂടി ഈസിയാണ്, കുറച്ചുകൂടി ഭംഗിയുണ്ട് കാണാൻ. ഇതിന്റെ മാതിരി കുറച്ച് മങ്ങി പോണ ഒരു വിഷയം ഒറിജിനൽ കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു എംബ്ലം റോയൽ എൻഫീൽഡിന്റെ സാധനം കൂടെ ആ ഒരു ഓയി ആണെങ്കിലും കൂടി ആ ഓയി ക്വാളിറ്റി ഇപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ഒരു ഗോൾഡൻ കളറൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് എത്ര കോസ്റ്റ് ആയി എന്ന് ചില ആൾക്ക് ചോദിക്കുന്നുണ്ട്. എത്രത്തോളം ചിലവെന്ന് അറിയാനൊക്കെ ആഗ്രഹം ഒരുപാട് ആളുകൾക്കുണ്ട്. എത്ര ചിലവ് വന്നു ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആദ്യമായിട്ട് ചെയ്യാനുള്ള ഇലക്ട്ര 5 സ്പീഡിലേക്ക് മാറ്റാൻ 15,000 രൂപന്റെ പാർട്സ് മാത്രം വരും കേട്ടോ. ഇലക്ട്ര സ്റ്റാൻഡേർഡിലേക്ക് മാറ്റാം, ഫ്രണ്ട് അസംബ്ലി ബാക്ക് അസംബ്ലി കംപ്ലീറ്റ് മാറ്റാം 15 രൂപന്റെ അടുത്തായിട്ട് നിയറസ്റ്റ് ആയിട്ട് ആ സാധനത്തിന് മാത്രം വരും. ഈ വണ്ടിക്ക് ബാക്കി എഞ്ചിന്റെ വർക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബാക്കിയുള്ള പുറമേയുള്ള ടൈമിങ്, ക്ലച്ച് കാര്യങ്ങൾ മാത്രമാണ് അയച്ചിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി CNG ആഗ്രഹിക്കുന്ന ആൾക്ക് എന്തുകൊണ്ടും നല്ലൊരു വണ്ടിയാണ്. മാത്രമല്ല സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്, ക്രാങ്ക് വെയിറ്റ് കുറച്ച് കുറവാണെന്നുള്ളൂ. അത്യാവശ്യം ഹൈ സ്പീഡിൽ ഓടിക്കാനും അതേമാതിരി ഗിയർ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ സാധാ വണ്ടി ഓടിക്കുന്നവർ ഓടിക്കാനും പറ്റിയൊരു വണ്ടിയാണ്. CNGയിൽ വരുന്ന ഇലക്ട്ര 5 സ്പീഡാണ് വണ്ടി. അപ്പോൾ അത്യാവശ്യം പ്രൈസ് വൈസും കുറച്ച് ലോ ആയിട്ട് കിട്ടുന്ന ഒരു വണ്ടിയാണെന്ന് പറയാം കേട്ടോ. കാരണം CNG അത്ര തന്നെ മാർക്കറ്റില്ലാത്തൊരു വണ്ടിയാണ്. എന്നാലും CNG ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. അപ്പം പിന്നെ റീസ്റ്റോറേഷൻ ചില ആളുകൾ റീസ്റ്റോറേഷൻ ചെറിയ റേറ്റിൽ ചെയ്യുന്നില്ല. ചെറിയ റേറ്റിൽ നിന്ന് നമുക്ക് ടച്ചപ്പ് വർക്ക് അതേമാതിരി റിന്യൂവൽ വർക്കൊക്കെ ചെയ്യുന്ന മാതിരി ഒരിക്കലും റീസ്റ്റോറേഷൻ ഒരു പക്ക ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി ഇറക്കാൻ കുറച്ചൊരു പൈസ ചിലവുള്ള കേസാണ്. സാധാരണഗതിയിൽ ചെറിയ വിലക്കൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു പെയിന്റ് അടിച്ച് അവിടെ ഇറക്കുക എന്നല്ലാതെ അതൊരു ഷോറൂം കണ്ടീഷനിൽ വണ്ടി ഇറക്കാൻ കുറച്ചൊരു എക്സ്പെൻസീവാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് മൊത്തത്തിൽ 76-77 രൂപ വന്നിട്ടുണ്ട് മൊത്തം ഈ ഒരു വണ്ടി ഇങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അതിൽ ബാറ്ററി സെൽഫ് സ്റ്റാർട്ട് ഒക്കെ പിന്നെ ഇല്ലായിരുന്നു വണ്ടിക്ക്, അതൊക്കെ മാറ്റിയതാണ് അത്യാവശ്യം. ഫ്രണ്ട് ബാക്ക് കംപ്ലീറ്റ് ഒക്കെ. പിന്നെ പെയിന്റിങ് പ്രത്യേകിച്ച് പറയാനുള്ള റീപ്ലേസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പെയിന്റിങ് ക്വാളിറ്റി റോയൽ എൻഫീൽഡ് പാർട്സിൽ വരുന്ന ക്വാളിറ്റി കുറച്ച് കുറവ് തന്നെയാണ്. അപ്പോൾ ഏത് പാർട്സ് ആണെങ്കിലും നമ്മൾ സ്പെയർ പാർട്സ് വാങ്ങിക്കുന്ന സമയത്ത് വണ്ടിൻ്റെ മുകളിൽ വരുന്ന ഓക്കെ, പക്ഷെ സ്പെയർ ആയിട്ട് വരുന്ന ഏത് പെയിന്റഡ് പാർട്ടും നമ്മൾ രണ്ടാമത് റീപെയിന്റ് ചെയ്യേണ്ട വേണ്ടി ഈ ക്വാളിറ്റിയിലേക്ക് എത്തണമെങ്കിൽ, അതായത് ഓറഞ്ച് പീൽ ഇല്ലാത്ത രീതിയിൽ ഒരു മിറർ ഗ്ലേസിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു റീപെയിന്റ് ചെയ്യേണ്ടി തന്നെ വരും. നമ്മളൊരു പുതിയ പാർട്സ് വാങ്ങി നേരിട്ട് അതേമാതിരി ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ പെയിന്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുമ്പോൾ രണ്ടും നമ്മൾ നല്ല ഡിഫറൻറ്റ് കാണിക്കും. അത് ഞാൻ അടുത്തൊരു വീഡിയോ ശരിക്കും ഡിഫറൻറ്റ് കാണിച്ചു തരാം ചെയ്യുന്ന സമയത്ത്. അപ്പം ഇതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം 74 സംതിങ് എൻ്റെ അടുത്തേക്ക് ബില്ലായിട്ടുള്ളത്. പിന്നെ ബാറ്ററി കസ്റ്റമർ വാങ്ങിച്ചു കൊണ്ടുപോകുന്നതാണ്. ആ ഒരു ബാറ്ററിൻ്റെ പൈസ എക്സ്ട്രാ വന്നിട്ടുണ്ട്. 75 തന്നെയാണ്. പിന്നെ വീലിൻ്റെ സ്പോക്സ് കാര്യങ്ങളൊക്കെ മാറ്റിയതാണ് കേട്ടോ. വീൽ റിം ബ്ലാക്കിലേക്കാണ് മാറ്റിയത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ് ബ്ലാക്ക് മതി, തുരുമ്പ് പിടിക്കും, അതല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ തുടച്ച് കൊണ്ടെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്ലാക്കിലേക്ക് മാറ്റിയത്. കുഴപ്പമില്ല, കാണാൻ ഭംഗിയുണ്ട്. ഓവറോൾ ഒരു വണ്ടി ഒരു ഷോറൂമിൽ നിന്ന് ഇറക്കിയ വണ്ടി മാതിരി തന്നെ ഉണ്ടാവും. പെട്ടെന്ന് ആ എഞ്ചിൻ നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഇതിലേക്ക് മാറ്റുള്ളൂ. പിന്നെ സീറ്റ് ഒറിജിനൽ സീറ്റ് അല്ല കേട്ടോ. ഇന്ന് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന സീറ്റ് നമ്മൾ കവർ ചെയ്തതാണ്. ഒറിജിനൽ സീറ്റ് അല്ലാത്തതുകൊണ്ട് ചെറിയ ഒരു പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, ചെറിയൊരു പ്രശ്നം സീറ്റിനുണ്ട്.
ഒരു ഫിറ്റ് അല്ലാത്ത രീതിയിൽ ഉണ്ട്. അതേമാതിരി ചെറിയ ഷേപ്പിന് വ്യത്യാസമുണ്ട്. ഒറിജിനൽ സീറ്റല്ല, ആഫ്റ്റർ മാർക്കറ്റ് സീറ്റ് ആയിരുന്നു. ആഫ്റ്റർ മാർക്കറ്റ് സീറ്റ് കവർ ചെയ്താൽ മതി എന്ന് കസ്റ്റമർ പറഞ്ഞ അടിസ്ഥാനത്തിൽ കവർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്ലേറ്റ് ചെയ്ത് റീപ്ലേറ്റ് ചെയ്ത് എടുക്കാനുള്ള റൈറ്റാണ്. റീസെറ്റിംഗ്, പെയിന്റിങ്ങിന്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു നോക്കുക. പെയിന്റ് ക്വാളിറ്റി ആണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാരണം, പെയിന്റ് ക്വാളിറ്റി നമ്മൾ യൂട്യൂബിൽ കണ്ടതിന് വീഡിയോ കണ്ടതിന് ശേഷം എല്ലാം ഒരേമാതിരി പോകുന്നില്ല. എല്ലാം തിളങ്ങിയിട്ട് ലൈറ്റ് ഇട്ടിട്ട് ഭയങ്കര ഹൈപ്പ് ചെയ്ത് കാണിക്കുന്ന ക്വാളിറ്റി ഉണ്ട്. പെയിന്റ് ക്വാളിറ്റി ശരിക്കും ജെന്യുവൻ നേരിട്ട് തന്നെ കാണണം കേട്ടോ. നേരിട്ട് കാണുമ്പോൾ അതിന്റെ ക്വാളിറ്റി എത്രയും നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് തിളങ്ങിയിട്ടേ കാണുള്ളൂ. അപ്പോൾ തിളക്കത്തിൽ മിറർ ഗ്ലേസിന്റെ എത്രത്തോളം അതിൽ ഡോട്ടോ കാര്യങ്ങളോ പൊടിയോ പൊടിയോ അല്ലെങ്കിൽ ക്ലിയറിന്റെ ഓറഞ്ച് വീലോ ഒക്കെ ഉണ്ട് കാരണം ശരിക്കും ഡയറക്റ്റ് ആയിട്ട് തന്നെ കാണണം, എന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പം ഇതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇലക്ട്രിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് CI എഞ്ചിൻ എന്ന് ആഗ്രഹിച്ചെടുക്കുന്ന ആഗ്രഹിച്ചെടുക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ചോദിച്ചൊരു വണ്ടി എന്ന് തന്നെ പറയാം. അത്യാവശ്യം അന്നൊരു കസ്റ്റമർ വണ്ടി വന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് സർവീസ് ചെയ്ത് പോയിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അതേമാതിരി ഇലക്ട്ര 5 സ്പീഡ് എടുത്ത് വണ്ടി കുറഞ്ഞ വിലക്ക് കിട്ടും എന്നുള്ളതാണ് എല്ലാവരും ഇതിലേക്ക് ആകർഷിക്കുന്നത് തോന്നുന്നു. എന്നാലും അത്യാവശ്യം ഒരു ബുള്ളറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ബൈക്ക് എടുക്കുന്ന ലാഘവത്തോട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള, ബുള്ളറ്റ് കയ്യിലായും ചെയ്യും. അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള വേറെ വിഷയമുണ്ട്. പണിയെടുത്ത് അറിയുന്ന ആളുകൾക്ക് പഴയ പണിക്കാരെ തേടി പിടിക്കുന്ന നിയറസ്റ്റ് ആയിട്ട് CI എഞ്ചിന്റെ വർക്ക് എടുത്ത് പരിചയമുള്ള ആളെടുത്ത് മാത്രം കൊണ്ടുകൊടുക്കുക. കാരണം അല്ലെങ്കിൽ ആ വണ്ടി നമുക്ക് എന്തുകൊണ്ട് ചിലപ്പോൾ വർക്ക് എടുത്ത് ചിലപ്പോൾ കയ്യിൽ നിന്ന് പൈസ വെറുതെ പോകും, വണ്ടി വർക്ക് നന്നാവില്ല. അപ്പോൾ നിങ്ങളെ തൊട്ടടുത്ത് വർക്ക് എടുക്കുന്ന ആളുകൾ, പിന്നെ ചില വിഷയങ്ങൾ വണ്ടികൾക്കുള്ള പ്രത്യേകിച്ച് പറയാനുള്ളത്, ചില പാർട്സ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ സിലിണ്ടർ കിറ്റ് ആണെങ്കിൽ സിലിണ്ടർ കിറ്റ് റീപ്ലേസ് ചെയ്യാനുള്ള ഒറിജിനൽ പാർട്സുകൾ കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ചില പാർട്സുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഏതൊക്കെ പാർട്സുകളാണ് നമുക്ക് അവൈലബിൾ ഇപ്പം നിലവിൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഒരു സാധനം മാറ്റം നടക്കാത്ത പോലെ പാർട്സുകൾ ഏതൊക്കെയാണ് ശരിക്കും അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആക്കി നമുക്ക് വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. ഒരു പഴയ വണ്ടി എടുക്കുന്ന ആളുകൾ ഇപ്പം എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളൂ, എന്തൊക്കെ പാർട്സ് അവൈലബിൾ അല്ല എന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. റോയൽ എൻഫീൽഡ് എന്ന ഒരു വാഹനത്തിലെ ഒരു രാജാവായിരുന്ന ഇലക്ട്ര 5 സ്പീഡ് എന്ന ഒരു ഇലക്ട്ര 5 സ്പീഡ് അത് മനസ്സിലാക്കുക. ഇലക്ട്ര എന്നുള്ള ഇലക്ട്രോണിക് സ്റ്റാർട്ടിംഗ് ആണ്, അതുകൊണ്ടാണ് ഇലക്ട്ര എന്നുള്ള പേര് വന്ന്. സാധാരണ ഇവിടെ ഒരു ഡെൽക്കോ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഇപ്പൊ നല്ല ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സ് CDI യൂണിറ്റ് വെച്ചിട്ട് ഫസ്റ്റ് CDI യൂണിറ്റ് ആയിരുന്നു, പിന്നെ TCI യൂണിറ്റിലേക്ക് മാറി. അപ്പം ആ ഒരു CDI യൂണിറ്റ് TCI യൂണിറ്റ് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ ഇലക്ട്ര എന്നുള്ളതിലേക്ക് ഇലക്ട്രോണിക് സ്റ്റാർട്ടിംഗ് എന്നുള്ളതാണ് ഇലക്ട്ര എന്ന് പറയുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. 2016 വരെ ആയിരുന്നു ഇലക്ട്ര ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ശേഷം മാറിയിട്ടുണ്ട് 350X എന്നുള്ള വണ്ടി വന്നിട്ടുള്ളത്. അത് ക്രാങ്ക് വെയിറ്റിലെ വണ്ടി. 2016 വരെയുള്ള ഇലക്ട്ര സാധാരണ നോർമൽ ക്രാങ്ക് തന്നെയാണ് വന്നത്. UCയിലാണെങ്കിൽ CA ആണെങ്കിലും, അതായത് UCയിൽ വരുമ്പോൾ ഇലക്ട്ര 2016 വരെ ക്ലാസിക്കിന്റെ ക്രാങ്ക് ആയിരുന്നു. പിന്നെ X, ES ഒക്കെ സംഗതിയൊക്കെ സ്റ്റാൻഡേർഡിന്റെ ക്രാങ്ക് വെച്ചാണ് വണ്ടി ഇറങ്ങി. ഇത്രയും അറിവാണെങ്കിൽ ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ ഓടിച്ചു നോക്കുകയാണ് കേട്ടോ വണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഒരു എഞ്ചിനൊന്നും പണിതില്ല, പറ്റ ലോഗായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. പിന്നെ സെൽഫ് സ്റ്റാർട്ട് വേറെ ഇവിടെ നിന്ന് ആഡ് ചെയ്തിട്ട് റെഡി ആവാത്ത അവസാനം ബെയറിംഗ് അസംബ്ലി കംപ്ലീറ്റ് കയ്യിൽ വെച്ച് നമ്മളെടുത്ത് കൊണ്ടുവരാനുണ്ടായത്. ആ ഒരു സെൽഫ് സ്റ്റാർട്ട് വെച്ചതിന് ശേഷം എല്ലാ സൗണ്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് മൊത്തം അയച്ച് നമ്മളെ കയ്യിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്ത്. ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ബാറ്ററി ചെറിയൊരു വീക്കുണ്ട്. ബാറ്ററി വീക്കല്ല, കുറെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബോഡി ചാർജ് ആണെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യണം. ബാറ്ററി പുതിയതാണ് കേട്ടോ, പക്ഷെ നമ്മൾ കുറെ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഓടിയിട്ടില്ല, ഫസ്റ്റ് റണ്ണിങ് ആണ് വണ്ടിയുടെ. അപ്പൊ മീറ്റർ കണ്ടാൽ അറിയും. മീറ്റർ പിന്നെ വേറൊരു വിഷയം കൂടെ പറയാനുള്ളത്, ഇലക്ട്ര 5 സ്പീഡിന് വയറിംഗ് കിറ്റ് കിട്ടാറുള്ള ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസിക്കിന്റെ BSDന്റെ വയറിംഗ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ചെറിയൊരു മോഡിഫിക്കേഷൻ റിലേയിലൊക്കെ വരുത്തേണ്ടി വരും. അതേമാതിരി വയറിംഗിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുന്ന ഈസി ആയിട്ട് നമുക്ക് ഇലക്ട്ര ക്ലാസിക്കിന്റെ വയറിംഗ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ക്ലാസിക്കിന്റെ വയറിംഗ് കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല പിന്നെ കുറച്ചും കൂടി ഈസിയാണ്. മറ്റേ ഇലക്ട്ര 5 സ്പീഡിന്റെ 2 സൈഡ് വയറിംഗിന്റെ 2 കിറ്റായിട്ടായിരുന്നു വന്നിരുന്നത്. പിന്നെ ആ ഒരു വിഷയമല്ല, നമുക്ക് ഭാവിയിൽ മെയിൻ്റെനൻസ് വരികയാണെങ്കിൽ ഈസി ആയിട്ട് അവൈലബിൾ ആവാനുള്ള സംഗതി. ഈസി ആയിട്ട് വയറിങ്ങിന്റെ കാര്യങ്ങളും ഫ്യൂസിന്റെ കാര്യങ്ങളൊക്കെ വളരെ പിന്നെ ഈസിയാണ് ക്ലാസിക്കിന്റെ ആകുമ്പോൾ. ഇലക്ട്ര ആകുമ്പോൾ അത്ര തന്നെ ഫ്രണ്ട്ലി അല്ല.